ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മോരുകറിയാണ്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് തക്കാളി കൊണ്ടുള്ള ഒരു മോരുകറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ തൈര് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പുളി അധികമില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അത് കറി വെക്കാനായിട്ട് ഞാനിതാ ചട്ടി വെച്ചിട്ടുണ്ട്. അത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മളതിലേക്ക് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് തിളച്ച് പോകാത്ത രീതിയിൽ വേണം ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മോരുകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല കുറുകിയ മോരുകറിയാണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ചേർക്കാതിരുന്നാൽ മതി. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.